ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു മഴ സമയത്ത് എല്ലാ വീടുകളിലും ചുമയും കഫക്കെട്ടും എന്താ പറയുക പനിയെല്ലാം ആയിട്ട് മുതിർന്നവരും കുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കൊക്കെ ഇവിടെ നല്ല പനിയും ചുമയും കഫക്കെട്ടെല്ലാം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വിച്ച് ഇട്ട പോലെ പമ്പ കിടക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചുക്ക് കാപ്പി കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് അതിന് വേണ്ടി ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തെടുത്തിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഇത് 1.5 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചതച്ച കുരുമുളകാണ്. നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതും ഞാൻ ഇവിടെ 1 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. അതും നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ തന്നെ ഇതെല്ലാം ഇങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചതേനു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് പൊടിയാണ്. ഞാൻ ഇവിടെ ചുക്കിൻ്റെ പൊടി തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നത് അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവനായിട്ടുള്ള ചുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ നിറയെ തന്നെ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായാണ്. രണ്ട് ഏലക്കായ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വേണ്ട കേട്ടോ, 2 എണ്ണം മാത്രം മതിയേ. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കിനി പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെല്ലമാണ്. നമ്മളിവിടെ കണ്ണൂർ വെല്ലം എന്നാണ് പറയുക, ശർക്കര എന്നും പറയും വെല്ലം എന്നും പറയും കേട്ടോ. ഞാൻ ഇവിടെ 2 അച്ച് വെല്ലം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 അച്ച് വെല്ലം എടുക്കാം. എനിക്കിവിടെ അധികം മധുരം വേണ്ട കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. നമ്മളിവിടെ വീട്ടിൽ അത്രയും ആളുകളുള്ളൂ, ഒരു 4 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്ര എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ വെള്ളമെല്ലാം നല്ലതുപോലെ ആ ഒരു വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 5 പനിക്കൂർക്ക ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ തുളസിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തോട്ടോ. എൻ്റെ കയ്യിൽ തുളസിയില ഇല്ലേനു കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളെല്ലാം ഉള്ള വീടുകളിൽ ഈ ഒരു പനിക്കൂർക്ക ഇല നിർബന്ധമായിട്ട് നിങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ ആ ഒരു ഇല നീരൊക്കെ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പനിയും കഫക്കെട്ടെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. അങ്ങനെ ഈ ഒരു ഇലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുകിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു 4 ഗ്ലാസ് വെള്ളം ഒരു 2-2.5 ഗ്ലാസ് ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ബ്രൂ കോഫി പൗഡർ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോഫി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കൂടി പോകണ്ട കേട്ടോ, 1 ടീസ്പൂൺ മാത്രം മതി. ഈ ഒരു വെള്ളത്തിൻ്റെ കണക്കിന് 1 ടീസ്പൂൺ നല്ല കറക്റ്റ് പരുവായിരിക്കും. ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ. അങ്ങനെ കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് സമയമൊന്നും തിളപ്പിച്ചെടുക്കണ്ട. അതുപോലെ ലാസ്റ്റ് ടൈം മാത്രം കോഫി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്ത് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചുക്ക് കാപ്പി ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചുക്ക് കാപ്പി കഴിക്കുന്ന സമയത്ത് പനിയുള്ള ആളാണെങ്കിലും കൂടി കഞ്ഞിയെല്ലാം കുടിച്ചതിന് മേലെ മാത്രമേ ഇത് കുടിക്കാവുള്ളൂ കേട്ടോ. ഒന്നും കഴിക്കാതെ ഈ ഒരു ചുക്ക് കാപ്പി കുടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വയറ് പുകച്ചിലായിരിക്കും. അതുപോലെ തന്നെ അസിഡിറ്റിയിലുള്ള ആളാണെങ്കിൽ ഇത് കുടിക്കാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഭയങ്കര വയറ് പുകച്ചിലായിരിക്കും, സഹിക്കാൻ പറ്റാതെയായിരിക്കും കേട്ടോ. അത് അനുഭവിച്ചതുകൊണ്ട് കേട്ടോ പറയുന്നത്.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ.